മറുനാടൻ മലയാളി യൂട്യൂബ് ചാനൽ ഉടമ ഷാജൻ സ്കറിയെ ആക്രമിച്ച കേസിൽ 4 പ്രതികൾ പിടിയിൽ. ബംഗളൂരുവിൽ ഒളിവിൽ കഴിയുമ്പോഴാണ് 4 പേരും പിടിയിലായത്. തന്നെ കൊല്ലാനുള്ള ബോധപൂർവമായ ശ്രമം നടന്നതായും ആക്രമണത്തിന് നേതൃത്വം നൽകിയത് മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന CPM പ്രവർത്തകനാണെന്നും ഷാജൻ സ്കറിയ ആരോപിച്ചു. പോലീസ് പക്ഷേ നല്ല അന്വേഷണമായിരുന്നു. ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ തൊടുപുഴ CI വിളിച്ചു. അപ്പോൾ തന്നെ താലൂക്ക് ആശുപത്രിയിലേക്ക് വരാൻ പറഞ്ഞു. അവിടുന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഒരു പരാതിയില്ല. പോലീസ് അപ്പോൾ മുതൽ ഇപ്പോൾ വരെ അവർ വളരെ ശക്തമായി തന്നെ അന്വേഷണം പ്രതികളെ കണ്ടെത്തിയില്ല. പക്ഷേ അവരെ 5 പേരാണ് എന്നെ മർദ്ദിച്ചതെന്ന് അവർ കണ്ടെത്തി. ക്യാമറകൾ പരിശോധിച്ചു. 5 പേരുടെയും ചിത്രം എന്നെ കൊണ്ട് കാണിച്ചു. ഞാൻ അവരെ ഐഡൻറ്റിഫൈ ചെയ്തു. ഈ 5 പേർക്കും വേണ്ടിയുള്ള അന്വേഷണം പോലീസ് നടത്തും. വീടുകളിൽ റെയ്ഡ് നടത്തുന്നുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഇതുവരെ ഒരു പൊളിറ്റിക്കൽ പ്രഷർ ഇവർക്ക് അനുകൂലം ഉണ്ടായിട്ടില്ല. എനിക്കറിയത്തില്ല, അതിപ്പോൾ എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അങ്ങനെ പറയുന്നതാണ് നടത്തുന്നത്. എന്തായാലും പോലീസ് തീവ്രമായി അവരെ പിടിക്കാൻ ശ്രമിക്കുന്നു വരുന്നു. അതിൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ മാത്യൂസ് കൊല്ലപ്പള്ളിയും ഒരു ഷിയാസ് എന്ന് പറഞ്ഞ 2 പേരും, ഈ 2 പേരെ കൃത്യമായി എനിക്കറിയാം. ഈ 2 പേരുമാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത്. അവരും അവരുടെ ഒരു സംഘവും കൂടെ CPMൻ്റെ നിർദ്ദേശപ്രകാരം, കാരണം ഇവരുടെ ഒരാൾക്കൂട്ട നിർദ്ദേശമുണ്ടല്ലോ, അത് സംസ്ഥാന നേതൃത്വം അറിഞ്ഞാണെന്ന് എനിക്കറിയത്തില്ല, ഒരുപക്ഷെ പ്രാദേശിക നേതൃത്വത്തിൻ്റെ അറിവോടെ അത്തരത്തിൽ പല ആളുകളെയും പലയിടത്തും നിർത്തിയിട്ടുണ്ടെന്നും ഇങ്ങനെ അറ്റാക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് നേരത്തെ അറിയാം. എന്നോട് നേരത്തെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ശ്രമമാണ് നടത്തുക. PA സാഗർ ചേരുന്നുണ്ട് തൊടുപുഴയിൽ നിന്ന് വിവരങ്ങളുമായി. സാഗർ, ഷാജൻ സ്കറിയ കഴിഞ്ഞ ദിവസം തന്നെ ആരോപിച്ചിരുന്നു ഈ മാത്യൂസ് കൊല്ലപ്പള്ളിയാണ് ആക്രമണം നടത്തിയതെന്ന്. ഇയാളത് ഫേസ്ബുക്കിലൂടെ തുറന്ന് സമ്മതിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഈ കേസിൻ്റെ അന്വേഷണത്തിൽ പല രീതിയിലുള്ള അട്ടിമറിയൊക്കെ ഉണ്ടാകുമെന്ന ചില സംശയങ്ങൾ, ആരോപണങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും പോലീസ് പക്ഷേ അതിവേഗത്തിൽ തന്നെ പ്രതികളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. ഷാജൻ സ്കറിയും അത് തുറന്ന് പറയുന്നുണ്ട്. പിന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള അന്വേഷണമാണ് നടന്നത്. പോലീസ് ഈ പ്രതികളുടെ വീടുകളിൽ കയറി റെയ്ഡ് നടത്തി. ഏറ്റവും ഒടുവിൽ ബംഗളൂരുവിൽ നിന്നും ഈ 4 പേരെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ കേസിൽ കൂടുതൽ പ്രതികളുണ്ടോ? ഇത് ആസൂത്രിതമായിട്ടുള്ള ആക്രമണമായിരുന്നോ? ആക്രമണത്തിൻ്റെ കാരണം എന്താണ്? ഇക്കാര്യങ്ങളിൽ പോലീസ് നൽകുന്ന വിവരം എന്താണ്? സാഗർ. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ടോടെയായിരുന്നു ഷാജൻ സ്കറിയയ്ക്ക് തൊടുപുഴയിൽ നിന്ന് ആക്രമണം നേരിട്ടത്. തൊടുപുഴ മങ്ങാട്ടുകവലയിൽ ഒരു വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കുവാൻ എത്തിയതായിരുന്നു മറുനാടൻ ഓൺലൈൻ ചാനൽ ഉടമയായ ഷാജൻ സ്കറിയ. ഈ സമയത്താണ് ഷാജൻ സ്കറിയെ പിന്തുടർന്ന ഒരു സംഘം ഷാജനെ ആക്രമിച്ചത്. ഇവർ ആദ്യം വാഹനത്തിലെത്തി, വാഹനത്തിൽ തട്ടുകയും തുടർന്ന് പുറത്തിറങ്ങിയ ശേഷം ഷാജനെ ആക്രമിക്കുകയുമായിരുന്നു. ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ ഇന്നലെ പുറത്തു വന്നിരുന്നു. തൊട്ടുപുറകിൽ വന്ന വാഹനത്തിൽ വന്നവരാണ് ഈ ദൃശ്യങ്ങൾ, ഷാജനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ മൊബൈലിൽ ചിത്രീകരിച്ചത്. ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ തൊടുപുഴ പോലീസ് സ്ഥലത്തെത്തി ഷാജനെ തൊട്ടടുത്തുള്ള ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. അവിടുന്ന് തൊടുപുഴയിൽ തന്നെയുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ആക്രമണത്തിൽ ഷാജന്റെ മൂക്കിനുൾപ്പെടെ പരിക്കേറ്റിരുന്നു. മൂക്കിനും ചുണ്ടിനും ഉൾപ്പെടെയാണ് പരിക്കേറ്റത്. ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. വാഹനത്തിനുള്ളിലിരുന്ന ഷാജനെ ഈ പ്രതികൾ 5 പേരടങ്ങുന്ന സംഘം മർദ്ദിക്കുകയായിരുന്നു എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ഉടൻ തന്നെ ഇക്കാര്യത്തിൽ പോലീസ് മൊഴി രേഖപ്പെടുത്തി, ഷാജന്റെ മൊഴി രേഖപ്പെടുത്തി. തൊടുപുഴ DYSP സർക്കിൾ ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയാണ് ഷാജന്റെ മൊഴി രേഖപ്പെടുത്തിയത്. ഉടൻ തന്നെ പ്രതികൾക്കായി അന്വേഷണവും ആരംഭിച്ചിരുന്നു. ഇന്നലെ പ്രതികളിൽ ഒരാൾ, മാത്യൂസ് കൊല്ലപ്പള്ളി എന്നൊരാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഇനി വരുമ്പോൾ നല്ല രീതിയിൽ വീണ്ടും കാണാം എന്ന രീതിയിൽ ഭീഷണി സ്വരത്തിലായിരുന്നു മാത്യൂസ് കൊല്ലപ്പള്ളി എന്നയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പിന്തുടർന്ന പോലീസ് സംഘമാണ് ഈ ഷാജനെ ആക്രമിച്ച 5 അംഗ സംഘത്തിൽപ്പെട്ട 4 പേരെ ബാംഗ്ലൂരിൽ നിന്ന് ഇന്ന് രാവിലെയോടെ കസ്റ്റഡിയിലെടുത്തത്. ഇതിൽ പ്രധാന പ്രതിയായ മാത്യൂസ് കൊല്ലപ്പള്ളി ഉൾപ്പെടെയുള്ള 4 പേരെയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇവരെ തൊടുപുഴയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. വൈകുന്നേരത്തോടെ പ്രതികളുമായി പോലീസ് തൊടുപുഴയിലെത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനിടെ ഇന്ന് രാവിലെ ഷാജൻ സ്കറിയ മാധ്യമങ്ങളെ കണ്ടിരുന്നു. തന്നെ കൊല്ലുവാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടന്നതെന്നാണ് ഷാജൻ സ്കറിയ ആരോപിച്ചത്. ആക്രമണത്തിന് നേതൃത്വം നൽകിയത് ഈ മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന CPM പ്രവർത്തകനാണെന്നും ഷാജൻ സ്കറിയ ആരോപിച്ചിരുന്നു. 5 പ്രതികളാണ് ഉള്ളതെന്നും ഷാജൻ പോലീസിന് മൊഴി നൽകിയിരുന്നു. ഈ 5 പേരുടെ പേരുകൾ ഇല്ലാതെ തന്നെയാണ് FIR ഇട്ടിട്ടുള്ളതും. പ്രതികൾക്ക് CPM സംരക്ഷണം നൽകുന്നു എന്നായിരുന്നു ഷാജന്റെ മറ്റൊരു പ്രധാന ആരോപണം.
എന്നാൽ പോലീസ് അന്വേഷണത്തിൽ ഇതുവരെ വീഴ്ചയില്ല. കൃത്യമായ ഒരു അന്വേഷണമാണ് പോലീസ് നടത്തിയതെന്നും ഷാജൻ പറഞ്ഞിരുന്നു. തൊട്ടു പിന്നാലെയാണ് പ്രതികളെ പിടികൂടിയെന്ന വാർത്ത പോലീസ് സ്ഥിരീകരിച്ചത്. ഒളിവിൽ കഴിയുന്നതിനിടെ ആക്രമണത്തിന് ശേഷം ബാംഗ്ലൂരിലേക്ക് കടന്ന പ്രതികളെ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് ബാംഗ്ലൂരിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. തൊടുപുഴ സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. എന്തായാലും ഈ തൊടുപുഴയിൽ നടന്ന ഈ ഷാജൻ സ്കറിയയ്ക്ക് നേരെയുള്ള ആക്രമണത്തിൽ പ്രതികളെ ഉടൻ തന്നെ പിടികൂടാനായി. കാരണം CPM ജില്ലാ നേതൃത്വം ഉൾപ്പെടെ പ്രതികളെ സംരക്ഷിക്കുന്നു എന്ന തരത്തിലായിരുന്നു ഷാജൻ സ്കറിയയുടെ ആരോപണം. എന്നാൽ ഈ മർദ്ദനത്തിന് പാർട്ടിയുമായി യാതൊരു ബന്ധവും ഇല്ലെന്ന് അന്ന് തന്നെ തീർച്ചയായും ഷാജൻ സ്കറിയ ആരോപിച്ചതാണ് ഈ മാത്യൂസ് കൊല്ലപ്പള്ളി CPM അനുഭാവിയാണെന്ന്. ഈ മാത്യൂസിന്റെ ഒരു പശ്ചാത്തലം എന്താണ്? എന്തിനാണ് ഇയാൾ ആക്രമണം നടത്തിയതെന്ന്? കാരണം ഈ ഷാജൻ സ്കറിയ ആരോപിച്ചതുപോലെയാണോ അതോ മറ്റെന്തെങ്കിലും ഒരു പക, മുൻവൈരാഗ്യം മാത്യൂസ് കൊല്ലപ്പള്ളിക്ക് ഷാജൻ സ്കറിയോടുണ്ടോ? ഇതിന് പിന്നിൽ CPM പ്രാദേശിക നേതൃത്വത്തിൻ്റെ ഒരു ഗൂഢാലോചന ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അത്തരമൊരു ഗൂഢാലോചനയാണോ അതോ വ്യക്തിവിരോധമാണോ ആക്രമണത്തിന് കാരണമായത്? പോലീസിന്റെ കണ്ടെത്തൽ എന്താണ് സാഗർ? ടോം, കഴിഞ്ഞ ദിവസം ഈ ഷാജൻ സ്കറിയ ആരോപിച്ചിരുന്നു CPM പ്രാദേശിക നേതൃത്വം, ജില്ലാ നേതൃത്വം ഉൾപ്പെടെയാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിന് പിന്നിലെന്ന് ഷാജൻ സ്കറിയ ആരോപിച്ചിരുന്നു. കാരണം ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയ മാത്യൂസ് കൊല്ലപ്പള്ളി CPM പ്രവർത്തകനാണ് എന്നതായിരുന്നു ഇതിന് പ്രധാനപ്പെട്ട കാരണം. കൂടെയുള്ള പ്രവർത്തകരും കൂടെയുള്ള 4 പേര്, ഇന്ന് അറസ്റ്റിലായ 4 പേരും CPM അനുഭാവികളും പ്രവർത്തകരുമാണ്. അക്കാരണം കൊണ്ട് തന്നെയാണ് ഇത് CPM ജില്ലാ നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ പ്രാദേശിക നേതൃത്വത്തിന്റെ അറിവോടെയാണ് ഇത്തരത്തിലൊരു മുൻകൂട്ടി കരുതിക്കൂട്ടിയുള്ള ഒരു ആക്രമണം നടന്നതെന്നായിരുന്നു ഷാജന്റെ പ്രധാന ആരോപണം. എന്നാൽ അന്ന് തന്നെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ CPM ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ഈ ആരോപണങ്ങൾ തള്ളിയിരുന്നു. കാരണം CPM പാർട്ടിയുമായോ മറ്റ് യുവജന സംഘടനകളുമായോ യാതൊരു ബന്ധവും ഈ ആക്രമണത്തിന് പിന്നിലില്ല എന്നാണ് അന്ന് തന്നെ CPM ഉന്നത നേതാക്കൾ വ്യക്തമാക്കിയത്. ഈ മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന ഈ ആളുടെ ഭാര്യ കുറച്ച് നാളുകൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്തിരുന്നു. ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് മാത്യൂസ് കൊല്ലപ്പള്ളിയുടെയും കുടുംബാംഗങ്ങളുടെയും പേരിൽ അപവാദ പ്രചാരണം നടത്തി ഷാജൻ സ്കറിയ തന്റെ യൂട്യൂബ് ചാനലിലൂടെ വാർത്ത പ്രചരിപ്പിച്ചു എന്നൊരു വൈരാഗ്യമാണ്, അത്തരത്തിലൊരു വൈരാഗ്യമാണ് ഈ ഒരു ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് നമുക്കിപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. പോലീസും പ്രാഥമികമായി നൽകുന്ന ഒരു വിവരം അത്തരത്തിൽ തന്നെയാണ്. ഈ മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ കുടുംബാംഗങ്ങളെയും മാത്യൂസ് കൊല്ലപ്പള്ളിയെയും യൂട്യൂബിലൂടെ ഈ ഷാജൻ സ്കറിയ അപവാദ പ്രചരണം നടത്തിയെന്നായിരുന്നു. അതിന് ഒരു 3 വർഷം മുമ്പാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. ഈ സമയത്താണ് കഴിഞ്ഞ ദിവസം ഷാജൻ സ്കറിയ വിവാഹത്തിൽ പങ്കെടുക്കുവാനായി തൊടുപുഴ എത്തിയതും ഈ മാത്യൂസ് കൊല്ലപ്പള്ളി സംഘവും ഈ ഷാജൻ സ്കറിയെ കണ്ടുമുട്ടുന്നതും. ആ ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നത്. അല്ലാതെ ഈ ഒരു ആക്രമണത്തിന് പാർട്ടിയുമായി യാതൊരു ബന്ധവും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാവുന്നത്. എന്തായാലും പ്രതികളെ 4 പേരെയും തൊടുപുഴയിൽ എത്തിച്ച് കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇക്കാര്യത്തിൽ എന്തെങ്കിലും മുൻവൈരാഗ്യമോ ഇല്ലെങ്കിൽ പാർട്ടിയുടെ വല്ല ബന്ധവും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം വ്യക്തമാവുകയുള്ളൂ. എന്തായാലും പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്വം ഇല്ലേ, അവർ ഇടപെട്ടല്ല ഇത്തരത്തിൽ ആക്രമണം നടത്തിയെന്ന കാര്യം നേതാക്കൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ടോം, തീർച്ചയായും സാഗർ, അങ്ങനെ പോലീസ് പറയുന്നുണ്ട് മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷാജൻ സ്കറിയെ അവർ മർദ്ദിച്ചതെന്ന്. ആ മരണത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്തായിരുന്നു? അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണോ മാത്യൂസ് കൊല്ലപ്പള്ളി? ഈ ഭാര്യയുടെ മരണത്തിൽ ഇയാൾക്കെതിരെ ഈ മാത്യൂസിനും കുടുംബത്തിനുമെതിരെ അന്ന് ഈ ആരോപണം ഉയർന്നു വന്നതാണോ? ടോം, ഏകദേശം ഒരു 3 വർഷം മുമ്പാണ് ഈ മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ഭാര്യ ആത്മഹത്യ ചെയ്യുന്നത്. ആ ഒരു സമയത്ത് തന്നെ മാത്യൂസ് കൊല്ലപ്പള്ളിക്കെതിരെ ചില കോണുകളിൽ നിന്ന്, അത് ഭാര്യ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ ചെറിയ പരാതികൾ ഉയർന്നിരുന്നു. എന്നാൽ പോലീസിൽ കേസ് കൊടുത്തിരുന്നതുമായ അത്തരത്തിലൊരു കാര്യത്തെക്കുറിച്ച് വ്യക്തതയില്ല. എന്തായാലും മാത്യൂസ് കൊല്ലപ്പള്ളിക്കെതിരെ അന്ന് ചെറിയൊരു രീതിയിൽ പരാതി പല ഭാഗത്തു നിന്നും ഉയർന്നിരുന്നുവെങ്കിലും അക്കാര്യത്തിൽ മാത്യൂസ് കൊല്ലപ്പള്ളിയെ ഈ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങളിൽ കേസുകളൊന്നും നിലവിലില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ആ ഒരു സംഭവമാണ് ഈ ഷാജൻ സ്കറിയ വാർത്ത ചെയ്തത്. അത് മാത്യൂസ് കൊല്ലപ്പള്ളിയെയും കുടുംബാംഗങ്ങളെയും അപവാദ പ്രചരണം നടത്തി. ഇല്ലെങ്കിൽ ആ ഒരു മരണത്തിൽ ഈ മാത്യൂസ് കൊല്ലപ്പള്ളിക്കും പങ്കുണ്ട് എന്ന തരത്തിലായിരുന്നു ഷാജൻ സ്കറിയ അന്ന് വാർത്ത ചെയ്തത്. അതിന് പിന്നിലുള്ള ഒരു പകയാണ് കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിന് പ്രധാന കാരണമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ പ്രതികളെ പിടികൂടിയാൽ മാത്രമേ, അല്ലെങ്കിൽ പ്രതികളെ പിടികൂടി ഇപ്പൊ തൊടുപുഴയിൽ എത്തിച്ച് കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഉള്ളൂ അന്നത്തെ ഒരു കാര്യത്തിലും വ്യക്തത വരികയുള്ളൂ. ആ ഒരു സംഭവത്തെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായതെന്നാണ് പോലീസും പറയുന്നത്. ഈ സംഭവം നടന്ന ഉടൻ തന്നെ
ഷാജൻ സ്കറിയ ആരോപിച്ചിരുന്നത് CPM നേതൃത്വത്തിന്റെ അറിവോടെയാണ്, പ്രാദേശികമായുള്ള നേതാക്കളുടെ അടക്കം അറിവോടെയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നതെന്നാണ്. കാരണം ഇത്തരത്തിലൊരു ആക്രമണം നടക്കുമ്പോൾ തൊട്ടടുത്ത് തൊടുപുഴയിലൊരു പ്രാദേശിക നേതാവായ സഖാവ് TA നസീറിന്റെ ഒരു അനുസ്മരണം പരിപാടി നടക്കുകയായിരുന്നു. അവിടെ SFIയുടെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ എത്തിയാണ് ആ പരിപാടി, നടന്ന സംഗമ അനുസ്മരണ ദിനം ഉദ്ഘാടനം ചെയ്തത്. അതിനോട് തൊട്ടടുത്ത് തന്നെയായിരുന്നു ആ സംഭവം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു ഇത്തരത്തിൽ ഷാജൻ സ്കറിയക്കെതിരെ ഒരു ആക്രമണം ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഇത് CPM നേതൃത്വത്തിന്റെ ഒത്താശയോടെയാണ്, ഇല്ലെങ്കിൽ അവരുടെ അറിവോടെയാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നതെന്ന് ഷാജൻ സ്കറിയ അന്ന് ആരോപിച്ചത്. ഇന്ന് രാവിലെ മാധ്യമങ്ങൾക്ക് മുന്നിലും അദ്ദേഹം അത് പറഞ്ഞിരുന്നു. ഈ പ്രതികൾക്ക് സംരക്ഷണം നൽകുന്നത് ജില്ലയിലെ ഉന്നത നേതാക്കൾ ഉൾപ്പെടെ ഉള്ളവരാണെന്നും ഷാജൻ സ്കറിയ ആരോപിച്ചിരുന്നു. അന്ന് ഈ മങ്ങാട്ടുകരയിൽ നടന്ന TA നസീർ അനുസ്മരണ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ഷാജൻ സ്കറിയക്ക് ആക്രമണം ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് അന്ന് CPMന്റെ ഒരു അറിവോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടന്നതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രചരിച്ചത്. എന്നാൽ അന്ന് തന്നെ CPM നേതാക്കൾ തള്ളിയിരുന്നു. ഇതിപ്പോൾ വ്യക്തമാവുന്നത് ഈ മാത്യൂസ് എന്തായാലും PS സാഗറാണ് തൊടുപുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഈ പോലീസും അല്ലെങ്കിൽ ഈ പ്രതികളുമൊക്കെ പറയുന്നത് പോലെ ആ യുവതിയുടെ മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട അപവാദ പ്രചരണം നടത്തിയെന്ന് പറയുന്നു ഷാജൻ സ്കറിയ. പക്ഷേ ഇവിടെ അപവാദ പ്രചരണമാണോ അതോ ആ സംഭവത്തെക്കുറിച്ച് ഷാജൻ സ്കറിയയുടെ യൂട്യൂബ് ചാനൽ മറുനാടൻ മലയാളി അത് റിപ്പോർട്ട് ചെയ്യുകയാണ് ഉണ്ടായത്? യഥാർത്ഥത്തിൽ അത് റിപ്പോർട്ടിംഗ് ആണ് ഉണ്ടായത്. എന്താ കാരണം? ആ യുവതിയുടെ ബന്ധുക്കൾ ഭർത്താവിന്, അതായത് മാത്യൂസ് കൊല്ലപ്പള്ളിക്കും കുടുംബത്തിനുമെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. സ്വാഭാവികമായും ഇത്തരം ഒരു ദുരൂഹമരണം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്യും. പക്ഷേ അതിനെ അപവാദ പ്രചരണമായി എങ്ങനെ കാണാൻ കഴിയുമെന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഇവിടെ ഇത് മാധ്യമങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റമാണ്. ഷാജൻ സ്കറിയയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഒരുപക്ഷെ മറ്റു മാധ്യമപ്രവർത്തകർക്ക് നേരെയും ഭാവിയിൽ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ശക്തമായി ഇതിനെ അപലപിക്കേണ്ടതാണ്. ഈ പ്രതികളെ എല്ലാ പ്രതികളെയും കണ്ടെത്തി അവർക്കെതിരെ ശക്തമായ നിയമ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം.